Hello guys, hope you all doing good. I'm not that much good that you can make it out in my face. Please excuse that. Still I want to do something, so I'm taking a video. ഒരുപാട് പേരെൻ്റെ അടുത്ത് സൺസ്ക്രീനെ പറ്റി ചോദിച്ചായിരുന്നു. ഒരുപാട് മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. മീൻസ് എല്ലാവർക്കും അറിയണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മീൻസ് ഓൾ അബൌട്ട് സൺസ്ക്രീൻ, ഫുൾ എന്താണ് സൺസ്ക്രീൻ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സൺസ്ക്രീൻ? എല്ലാവർക്കും അറിയാം, സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സണ്ണ് 3 രീതിയിലുള്ള റേസാണ് നമ്മുടെ എർത്തിലോട്ട് വിടുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് UVAയും UVBയും. കാരണം UVC ഓൾറെഡി ഓസോൺ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ ബോദർ ചെയ്യേണ്ട. UVA മീൻസ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രിമച്വർ ഏജിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ടാനിങ്ങിനൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതാണ് UVA റേസ്. സോ UVB എന്ന് പറയുമ്പോൾ അത് സ്കിൻ ക്യാൻസർ, സ്കിൻ ബേൺസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ സൺസ്ക്രീൻ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സൺസ്ക്രീൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് UVA + UVB, ദാറ്റ് മീൻസ് ബ്രോഡ് സ്പെക്ട്രം. സോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. അതായത് UVA പ്രൊട്ടക്ഷനും വേണം, UVB പ്രൊട്ടക്ഷനും വേണം. ഇതിനെയാണ് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. മോസ്റ്റ്ലി സൺസ്ക്രീനിലൊക്കെ UVA UVB പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കും. 2 രീതിയിലുള്ള സൺസ്ക്രീൻ ആണുള്ളത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സൺസ്ക്രീൻ: ഫിസിക്കൽ ഓർ മിനറൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ. ഫസ്റ്റ് ഞാൻ ഫിസിക്കൽ സൺസ്ക്രീനെ കുറിച്ച് പറയാം. ഫിസിക്കൽ സൺസ്ക്രീനിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ആയിരിക്കും. ഇത് മെയിൻലി സെൻസിറ്റീവ് കിഡ്സിന്, ആക്നി പ്രോൺ സ്കിന്നിനൊക്കെ ബെസ്റ്റ് സൺസ്ക്രീനാണ്. അതായത് അത് മെയിൻലി മിനറൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നല്ല ലെവലിലുള്ള പ്രൊട്ടക്ഷൻ തരും. മീൻസ് ഇത് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാതെ, അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യിക്കാതെ ഇത് റിഫ്ലക്റ്റ് ചെയ്യിക്കും. അതായത് നമ്മളെ റേസ് വന്ന് നമ്മുടെ ബോഡിയിൽ അടിക്കുമ്പോഴത്തേക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും അബ്സോർബ് ചെയ്യത്തില്ല. ഇതൊരു ഷീൽഡ് പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി ഹെവിയാണ്. ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മീൻസ് ലൈക്ക് സ്ലൈറ്റ് ഒന്നുമല്ല, നല്ല രീതിയിൽ ഹെവി ആയിട്ട് തിക്കായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് കൂടുതലും സെൻസിറ്റീവ്, ആക്നെ പ്രോൺ കിഡ്സ് നമ്മൾ പുറത്ത് കളിക്കാൻ പോകുന്ന സ്പോർട്സിലൊക്കെ ഉള്ള കുഞ്ഞുമക്കളൊക്കെ കാണില്ല, അവർക്കൊക്കെ നമുക്ക് മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ. ഇതിന് കുറച്ച് ഡീമെറിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത് മാത്രമാണ്. മീൻസ് ലൈക്ക് നമുക്ക് അറിയാൻ പറ്റും എന്തോ നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ ബോഡിക്കും ബാക്കി കാര്യങ്ങൾക്ക് എല്ലാത്തിനും നല്ലത് ഇതാണ്. അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇട്ട ഉടനെ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഇത് അപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ എപ്പോഴാണ് ഇടുന്നത് അപ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. അതൊരു അപ്പോൾ ഇതാണ് ഞാൻ ഒരു ഏകദേശം 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ സൺസ്ക്രീന്. ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് യൂസ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ അതിനൊരുപാട് മീൻസ് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് യൂസ് ചെയ്തവർ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു 2 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അത്ര നല്ലതല്ല അങ്ങനെ യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോഡക്റ്റും നമുക്കൊരു ഗ്യാപ്പ് എടുത്തിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോഡക്റ്റ്, അത് ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ കണ്ടിന്യൂസ് ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ സോപ്പാണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് എടുത്ത് യൂസ് ചെയ്യാവൂ. ഇപ്പോൾ 1 മന്ത് ഒരു സാധനം യൂസ് ചെയ്താൽ നെക്സ്റ്റ് മന്ത് നമ്മൾ വേറെ യൂസ് ചെയ്യണം എന്നാണ്. എനിക്കിത് എൻ്റെ സ്കിന്നിന് നല്ല ബ്ലെൻഡായി പോകുന്ന സാധനമായതുകൊണ്ട് സൺകോട്ട് ജെല്ലാണിത്. ഇതിൻ്റെ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം ആണ്. പിന്നെ ഇതിൽ മെയിൻലി ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്കിൻ ടോണിന് കറക്റ്റായിട്ട് ബ്ലെൻഡായി പോകും. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം. പക്ഷേ ഇത് ഒരുപാട് നാൾ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നതും നല്ലതല്ല. ഞാനും സ്വിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. മീൻസ് ലൈക്ക് നമുക്ക് ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് എടുക്കാം. ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ യൂസ് ചെയ്യാം. അങ്ങനെ ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീനിന് കുറച്ച് മിക്സ് ഉണ്ട്. ചിലർ പറയും എൻ്റെ ഡാർക്ക് സ്ക്രീനാണ് ഓൾറെഡി, ഇനി ഞാൻ ഇതിൽ സൺസ്ക്രീൻ ഇട്ടിട്ട് എന്താക്കാനാണ്. പിന്നെ ചിലർ പറയും സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല ഇടേണ്ടത്, ഞാൻ വീട്ടിലിരിക്കുന്ന ഞാൻ എന്തിന് സൺസ്ക്രീൻ ഇടണം. ഇതിനെല്ലാത്തിനും ആൻസറാണ് സൺസ്ക്രീൻ നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ വീടിനകത്തിരിക്കുന്നെങ്കിലും 30 SPF ഉള്ള സൺസ്ക്രീൻ ഇടണം എന്നാണ്. നമ്മളിപ്പോൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പുറത്താണെന്നുണ്ടെങ്കിൽ 2 to 3 hours സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ അത് വർക്ക് ആവത്തില്ല. പിന്നെ ഇപ്പം 6 hours പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ ഒക്കെ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ 6 hours ആഫ്റ്റർ റീഅപ്ലൈ ചെയ്താൽ മതി. വീണ്ടും നമ്മൾ സണ്ണിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ കണ്ടിന്യൂസ് സണ്ണിൽ വർക്ക് അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുക, 50+ SPF ഒക്കെ ഉള്ളത്. അത് നമ്മൾ SPF എന്താണെന്ന് അറിയണം. SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ്. അത് 15 തൊട്ട് തുടങ്ങും. SPF 50, 30, 70 50
അപ്പം 50ക്ക് മുകളിൽ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. SPF കൂടുന്നതിനനുസരിച്ച് കവറേജ് കൂടും എന്നല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും അതിനില്ല. കുറച്ച് കവറേജ് കൂടുതൽ കിട്ടും, ഹെവിയർ കവറേജ് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ SPF 100 ഉപയോഗിച്ചാൽ എനിക്ക് പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീടിനകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ നോർമലി എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. പിന്നെ നമ്മുടെ ലൈറ്റ്സ് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ UVA UV റേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജനൽ വഴി അല്ലെങ്കിൽ വരുന്ന റേസ് എല്ലാം ഇതിനും കാരണമാവും. അപ്പോൾ പക്ഷേ വലിയ രീതിയിലുള്ള SPF കണ്ടന്റ് യൂസ് ചെയ്യേണ്ടതേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 30 SPF ഒക്കെ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ചേഞ്ച് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീമി ടൈപ്പ് യൂസ് ചെയ്യുക. പിന്നെ ഈ ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കിഡ്സിന് മെയിനായിട്ട് ഫിസിക്കൽ മാത്രമേ യൂസ് ചെയ്യാവൂ, ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സൺസ്ക്രീനെ കുറിച്ചുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടു ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.